പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 3, തിരുവചനങ്ങൾ 14 മുതൽ 22 വരെ. ലാവോദിക്കിയായിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്ന ലേഖനത്തിൽ 7ാമത്തേതും അവസാനത്തേതുമായ ലേഖനമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ലാവോദിക്കിയായിലെ സഭയ്ക്ക് ഉള്ള ലേഖനം. ലാവോദിക്കിയ പലതുകൊണ്ടും ശ്രദ്ധാർഹമായ ഒരു പട്ടണമാണ്. ഈ നഗരത്തിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ യാതൊരു നന്മയും യേശു കാണുന്നില്ല. ഈ സഭയിൽ പ്രശംസ അറിയിക്കുന്നതായി ഒന്നും തന്നെയില്ല. ആരോപണങ്ങളും ശാസനകളും ഉപദേശങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. പ്രശംസ ഒന്നും തന്നെയില്ല. ലാവോദിക്കിയ പട്ടണം അത് ഫിലദൽഫിയയിൽ നിന്ന് 60 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ അടുത്തുകൂടി ലീക്കസ് നദി ഒഴുകുന്നുണ്ട്. ലാവോദിക്കിയ എന്ന പേരിൽ 6 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എന്നാണ് പറയുക. അതിൽ ഈ പട്ടണത്തെ തിരിച്ചറിയുന്നത് ലീക്കസ് നദീതീരത്തുള്ള ലാവോദിസിയ എന്ന പേരിലാണ്. ലീക്കസ് നദി ഒഴുകി വരുന്നത് അടുത്തുള്ള ഹിയറാപോളിസ് പട്ടണത്തിൻ്റെ സമീപത്തോടു കൂടിയാണ്. ഈ പട്ടണത്തിൻ്റെ അടുത്തുകൂടി ഒഴുകുന്ന നദിയിലെ വെള്ളം ഹിയറാപോളിസ് പട്ടണത്തിൽ നിന്ന് ഉള്ള ചൂടുറവകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഹിയറാപോളിസ് പട്ടണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ അനേകം ഉറവകൾ, ഭൂമിക്കടിയിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വരുന്ന ഉറവകളുണ്ട്. ആ വെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുമുണ്ട്. ഇന്നും ഹിയറാപോളിസ് ഒരു വലിയ കേന്ദ്രമാണ്. ഒരുപാട് ആളുകൾ ചികിത്സ തേടി ഹിയറാപോളിസിൽ പോകാറുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽ സൗകര്യങ്ങളും ചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ ലാവോദിക്കിയയിലുണ്ട്. അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഹിയറാപോളിസിലെ ചൂടുള്ള വെള്ളം പുഴയിലൂടെ ഒഴുകി ലാവോദിക്കിയയിലെത്തുമ്പോഴേക്കും ആ വെള്ളത്തിന് ചൂടുമുണ്ടാവില്ല, തണുപ്പുമുണ്ടാവില്ല. ഈ ഒരു പശ്ചാത്തലമാണ് ലാവോദിക്കിയയുടെ ഒരു സവിശേഷത എടുത്തു കാണിക്കാനായി ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്നത്. ലാവോദിക്കിയ പട്ടണത്തിന് പല പ്രത്യേകതകളുണ്ടായിരുന്നു. സമ്പന്നമായ ഒരു നഗരമാണ് ലാവോദിക്കിയ. സമ്പത്ത് കടന്നു വന്നത് മുഖ്യമായും 2 കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന്, ലാവോദിക്കിയയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കമ്പിളി. അവിടെ കറുത്ത ആടുകളുടെ രോമം കത്തിരിച്ച് കമ്പിളി ഉണ്ടാക്കുന്ന ഒരു വലിയ വ്യവസായം ഉണ്ടായിരുന്നു. ആട് വളർത്തലും കമ്പിളി കുപ്പായം നിർമ്മിക്കലും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലം. ലാവോദിക്കിയ സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ കാണാനുള്ളൂ. പക്ഷേ ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അനേകം കറുത്ത ആടുകളെ കാണാൻ എനിക്കിടയായി. കറുത്ത ആടുകൾ ഇന്നും അവിടെ മേയുന്നുണ്ട്. അപ്പോൾ ലാവോദിക്കിയയുടെ സമ്പത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായിരുന്നത് ഈ കമ്പിളി കുപ്പായങ്ങളാണ്. ലാവോദിക്കിയയിലെ കമ്പിളി റോമാ സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കാശ്മീർ വൂൾ എന്ന് പറയുന്നത് പോലെ ലാവോദിക്കിയൻ വൂൾ വളരെയധികം പ്രസിദ്ധമായിരുന്നു. ലാവോദിക്കിയയിലെ കമ്പിളിയും കമ്പിളിക്കുപ്പായങ്ങളും. ലാവോദിക്കിയ പട്ടണം മറ്റൊന്നിനു കൂടി പ്രസിദ്ധമായിരുന്നു. അവിടെ ഒരു പ്രധാനമായ സുപ്രസിദ്ധമായ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു അത്രേ.
പ്രത്യേകിച്ചും കണ്ണിൻ്റെയും കാതിൻ്റെയും ചികിത്സയിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരു വൈദ്യ പരിശീലന കേന്ദ്രം ലാവുദിക്കയായിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കണ്ണിലെഴുതാനുള്ള ലേപനം അത് ലോകപ്രസിദ്ധമായിരുന്നു. ആ ലേപനം ഉപയോഗിച്ചാൽ കണ്ണിന് കാഴ്ച തെളിയുമെന്നും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടുമെന്നൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ലേപനമാണ്. ലാവുദിക്കയായിൽ കണ്ണിലെഴുതാനുള്ള ലേപനം ഉണ്ടാക്കി കയറ്റുമതി ചെയ്തിരുന്നവരാണ്. ലാവുദിക്കയ ധാരാളം കമ്പിളിക്കുപ്പായങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്തിരുന്നവരാണ്. ഇപ്രകാരമുള്ള കയറ്റുമതിയിലൂടെ വലിയ ലാഭമുണ്ടാക്കുകയും വലിയ സമ്പന്നരാവുകയും ചെയ്തവരാണ് ലാവുദിക്കയായിലുള്ളത്. ഈ ലാവുദിക്കയ പട്ടണത്തിൻ്റെ സവിശേഷതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ലേഖനം വായിക്കാം. സമ്പന്നമായ ലാവുദിക്കയ, കമ്പിളിക്കുപ്പായങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലാവുദിക്കയ, കണ്ണിലെഴുതാനുള്ള മരുന്ന്, കാഴ്ച കിട്ടാനുള്ള മരുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ലാവുദിക്കയ. ആ ലാവുദിക്കയായിലെ സഭയോട് എന്താണ് കർത്താവിന് പറയാനുള്ളത്? ലാവുദിക്കയായിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. 3 വിശേഷണങ്ങളാണ് യേശുവിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിശ്വസ്തനാണ്, ദൈവത്തോട് വിശ്വസ്തനാണ്, നമ്മളോടും വിശ്വസ്തനാണ്, തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിറവേറ്റുന്നവനാണ് വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്കുപാലിക്കുന്നവനാണ്, പറയുന്നത് അതുപടി ചെയ്യും. ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ യേശുവും വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമെന്നാണ് ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുക. പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ വാഗ്ദാനങ്ങളെല്ലാം അവൻ പൂർത്തിയാക്കുന്നവനാണ്. അപ്പോൾ യേശുവും വിശ്വസ്തനാണ്, അവനെ വിശ്വസിക്കാം. വിശ്വസ്തനായ സാക്ഷി, വിശ്വസ്തനായ സാക്ഷി, അവൻ പറയുന്നത് സത്യമാണ്, അവനെ വിശ്വസിക്കാം. അവൻ ഒരിക്കലും വാക്കുമാറ്റുകയില്ല. സത്യവാനാണവൻ, സത്യം തന്നെയാണ്. യേശു പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്, സത്യത്തിനുള്ളവർ എന്നെ ശ്രവിക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? അതിന് മറുപടി കേൾക്കാൻ പീലാത്തോസ് നിന്നില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ യേശു പറഞ്ഞിരുന്നു, ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. സത്യം ദൈവം തന്നെയാണ്, സത്യമൊന്നേ ഉള്ളൂ, ദൈവം. ആ സത്യത്തിൻ്റെ സത്യമായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് സത്യം, യഥാർത്ഥം. അവൻ പറയുന്നത് സത്യമാണ്, അവനെ വിശ്വസിക്കാം. 3-ാമത്തേത് സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം എന്നാണ് പറയുക. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചത്. യേശുക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മാത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സമസ്തവും അവനിലൂടെ ഉണ്ടായി. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം എല്ലാം അവനിലൂടെയാണ്. വചനമുഖേനയാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. അതേസമയം വചനം സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നും ഓർക്കുക. അവനിലൂടെ എല്ലാം ഉണ്ടായി. കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം. സൃഷ്ടിക്കപ്പെടാത്തവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ആരംഭം. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചു വരുന്നുള്ള ആദിജാതനുമാണ്. എല്ലാറ്റിൻ്റെയും ആരംഭമാണ്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം ആയിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് അർത്ഥം. നായി എന്ന് ഗ്രീക്കിലും ആമേൻ എന്ന് ഹെബ്രായ ഭാഷയിലും പറയും. ആമേൻ ഇന്ന് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കട്ടെ, അതിന് മാറ്റമില്ല. ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അവസാനം ആമേൻ എന്ന് കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പറയുന്നു ആമേൻ. ഈ പറഞ്ഞതിനോടെല്ലാം ഞാൻ പരിപൂർണമായി യോജിക്കുന്നു എന്നാണ് അർത്ഥമാവുക. ഒരു വാചകം ഉച്ചരിച്ച് കഴിയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. അപ്പോൾ എല്ലാം പൂർണ്ണമാക്കുന്നതാണ് ആമേൻ. ആമേൻ ദൈവത്തിൻ്റെ തന്നെ പര്യായമായി മാറുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ ഒരു പ്രസംഗ ശൈലിയായിരുന്നു. മാറ്റമില്ലാത്ത രീതിയിൽ സത്യം സത്യമായി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ യേശു ദൈവത്തിൻ്റെ ആമേൻ ആണ്. എല്ലാ സൃഷ്ടികർമ്മത്തിൻ്റെയും മുദ്രയാണവൻ. എല്ലാം പറയുന്നത് സത്യമാണെന്ന് സ്ഥാപിക്കുന്നതാണവൻ. അപ്പോൾ യേശുവിൻ്റെ വാക്കിന് മാറ്റമില്ല. യേശു വിശ്വസ്തനാണ്, സത്യവാനാണ്, സാക്ഷിയാണ്. ആരംഭത്തിലേ പറഞ്ഞതാണ് സാക്ഷ്യം. ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവൻ, അവനെ വിശ്വസിക്കാം. സാക്ഷിയെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, താൻ പറയുന്ന കാര്യങ്ങൾ കണ്ടവനാവണം. ദൃക്സാക്ഷി, കേട്ടുകേൾവിയെക്കുറിച്ചല്ല പറയുക, നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാവണം.
2, ഈ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാനും തെളിയിക്കാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം, എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. 3, അവൻ പറയുന്നത് സത്യമായിരിക്കണം, കണ്ടതിനോട് പൂർണ്ണമായ വിശ്വസ്തത പാലിക്കുന്നതായിരിക്കണം ഈ പറയുന്ന വാക്കുകൾ. ഇതെല്ലാം സാക്ഷിയുടെ അവശ്യ ഗുണങ്ങളാണ്. അനുഭവജ്ഞാനം ഉണ്ടായിരിക്കുക, കണ്ട് അറിഞ്ഞിരിക്കുക, കണ്ടത് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക, ആ കണ്ടതും നേരിട്ട് കണ്ടതും കേട്ടതും അതേപടി അവതരിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുക. ഇങ്ങനെ ഒരു സാക്ഷിയാണ് യേശുവിൻ്റെ സാക്ഷ്യം. സ്വന്തം രക്തം കൊണ്ട് മുദ്ര വെച്ചതുമാണ്. രക്തസാക്ഷി എന്നാണ് പറയുക. കണ്ടതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ഇനി യേശുവിന് പറയാനുള്ളത്? ആമേൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. മറ്റേ 6 സഭകളോടും പറഞ്ഞതുപോലെ ലവോദിക്കയിലെ സഭയോടും പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എല്ലാം അറിയുന്നവനാണ്. മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, മറ്റാരും സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാം നേരിട്ട് കാണുന്നവൻ, അറിയുന്നു. സത്യവാനാണ്, സാക്ഷിയാണ്. എന്താണ് അറിയുന്നത്? നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. തണുപ്പോ ചൂടോ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തണുപ്പുള്ളവൻ വലിയ പാപിയായിരിക്കുക, അല്ലെങ്കിൽ വലിയ വിശുദ്ധനായിരിക്കുക. ചൂടുള്ളവനെ വിശുദ്ധനെന്നും തണുത്തവനെ പാപിയെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇത് രണ്ടാണെങ്കിലും, പാപിയാണെങ്കിൽ മാനസാന്തരം സാധ്യമാണ്, വിശുദ്ധനാണെങ്കിൽ മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. നീ ഒന്നുകിൽ നീ വലിയ പാപിയായിരിക്കണം, അല്ലെങ്കിൽ നീ വലിയ വിശുദ്ധനായിരിക്കണം. നീ ഇത് രണ്ടുമല്ല എന്നാണ് പറയുക. പക്ഷേ ഇതല്ല അർത്ഥം. തണുപ്പോ ചൂടോ ഉണ്ടായിരിക്കുക, വിശുദ്ധനോ പാപിയോ ആയിരിക്കുക എന്നല്ല അർത്ഥം. ഈ തണുപ്പോ ചൂടോ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കാൻ കൊള്ളുന്നതായിരിക്കുക. ചൂടുള്ള വെള്ളമാണെങ്കിൽ, ചൂടുള്ള ചായയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ സുഖമുണ്ട്, അത് ഊതി കുടിക്കാൻ പറ്റും, ചൂട് നൽകുന്നതാണ്. തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിലും ഐസ് ടീ പോലെ തണുത്ത വെള്ളമാണെങ്കിലും കുടിക്കാൻ കൊള്ളാം. പക്ഷേ ഈ വാട്ടവെള്ളം ഉണ്ടല്ലോ, തണുത്തതും ചൂടുമല്ലാത്തത്, വായിലൊഴിച്ചാൽ തുപ്പിക്കളയുകയുള്ളൂ. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഹിയറാപോളിസിലെ ചൂടുള്ള ഉറവകളിൽ നിന്ന് ഒഴുകി വരുന്ന തിളച്ച വെള്ളം ഏതാണ്ട് 7 കിലോമീറ്ററോളം ഒഴുകി ലവോദിക്കയുടെ അടുത്തെത്തി കഴിയുമ്പോഴേക്കും ആ വെള്ളത്തിന് ചൂടും ഉണ്ടാവില്ല, തണുപ്പും ഉണ്ടാവില്ല. നദിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ കണ്ടാൽ നല്ല വെള്ളമാണ്, കുടിക്കാമെന്ന് വിചാരിച്ച് വായിലെടുത്താൽ ഒരു വാട്ട വെള്ളമായിരിക്കും, അത് തുപ്പിക്കളയും. അപ്പോഴേ ലവോദിക്കയുടെ അടുത്തുകൂടി പോകുന്ന ലീക്കസ് നദിയിലെ വാട്ടവെള്ളം പോലെയായി തീർന്നിരിക്കുന്നു അവർ. കുടിക്കാൻ കൊള്ളാത്തതാണ്. അത് വിശുദ്ധനോ പാപിയോ എന്നല്ല, ഒന്നിനും കൊള്ളാത്തതായി തീർന്നിരിക്കുന്നു. ഇനി അത് കൂടുതൽ വിശേഷിപ്പിക്കും, വിശദമാക്കും എന്താണ് ഈ മന്ദോഷ്ണതയുടെ കാരണമെന്ന്. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. സമ്പന്നമായൊരു സഭയാണ് ലവോദിക്കയിലേത്. സമൂഹം സമ്പന്നമാണ്, ഭൗതികമായ സമ്പത്തേറെയുണ്ട്. വലിയ വ്യവസായത്തിലൂടെയും വ്യാപാരത്തിലൂടെയും ഒരുപാട് സ്വരുക്കൂട്ടിയ ഒരു പട്ടണമാണ് ലവോദിക്ക, നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ധനവാനാണ് എന്ന് പറയുന്നു. ധനവാനാണ്, എനിക്കൊന്നിനും കുറവില്ല. ഭൗതിക സമ്പത്ത് ആവശ്യത്തിനുണ്ടാകുമ്പോൾ ഒന്നിനും കുറവില്ല എന്ന ഒരു മനോഭാവം, ഇത് എന്നും സംഭവിക്കാവുന്നതാണ്. ദാരിദ്ര്യമുള്ളപ്പോൾ, ഏതെങ്കിലുമൊക്കെ ക്ലേശങ്ങളും നഷ്ടങ്ങളും ത്യാഗങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, വിശ്വസിക്കാൻ ആളുകൾക്ക് കൂടുതൽ എളുപ്പമാണ്. പക്ഷേ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും. ഞാൻ ഓർക്കുന്നുണ്ട്, പഴയ കാലത്തൊരു കാരണവർ കുരുമുളകിന് അന്ന് 250 രൂപ കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന ഒരു 10-15 കൊല്ലം മുമ്പത്തെ കഥയാണ്. വയനാടൻ പ്രദേശത്ത് ധാരാളം കുരുമുളക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഒരു കൊടിയിൽ നിന്ന് 1 കിൻഡലോളം മുളക് കിട്ടുന്ന വലിയ മുളക് കൊടി ഉണ്ടായിരുന്ന കാലം. അന്നൊരു കാരണം പറയുണ്ടായി, ഇപ്പോൾ തമ്പുരാൻ്റെ ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ ഞങ്ങളിവിടെ കുടിയേറിയ കാലത്ത് മലമ്പനി ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, ഒരുപാട് ദാരിദ്ര്യമുണ്ടായിരുന്നു. അന്നൊക്കെ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. അപേക്ഷിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരു കൊടിയിൽ നിന്ന് 1 കിൻഡൽ മുളക് കിട്ടും, 25,000 രൂപ ഒരു കൊടിയിൽ നിന്ന് കിട്ടുന്നുള്ളപ്പോൾ പിന്നെ എന്തിന് ആവശ്യം? ഇപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും. പക്ഷേ കുറേ കഴിഞ്ഞു, മുളകിൻ്റെ വില ഇടിഞ്ഞു, കുരുമുളക് കൊടികളെല്ലാം പഴുത്ത് താഴെ വീണു. അപ്പോൾ വീണ്ടും കൈവിരിച്ച് പിടിച്ച് കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ആവശ്യങ്ങളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നത്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായി വിശ്വാസം വർദ്ധിക്കുന്നതിന് പകരം ക്ഷയിച്ചു പോകുന്ന അനുഭവം ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ലവോദിക്കയുടെ അനുഭവം. നീ ധനികനാണ് എന്ന് പറയുന്നു, എനിക്കൊന്നിനും കുറവില്ല, സാമ്പത്തികമായ എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞവനാണെന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
ഭൗതികമായ സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആധ്യാത്മികമായി വളർച്ചയല്ല, വരൾച്ചയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പോകുന്നു. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണ് എന്ന് നീ അറിയുന്നില്ല. നികൃഷ്ടനാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാണെന്ന് ഭാവിക്കുന്ന നീ, നിന്റെ സമ്പത്ത് കൊണ്ട് വലിപ്പം കാണിക്കുന്ന നീ യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്തവനാണ്, നികൃഷ്ടനാണ്. ധനികനാണെന്ന് വരുന്നു, പക്ഷേ ഈ ഭൗതിക സമ്പത്ത് കൊണ്ട് മാത്രം ആരും ധനികനാവുന്നില്ല. ഇന്നുള്ളതും നാളെ ഇല്ലാതാകുന്നതുമാണ്, നഷ്ടപ്പെടാവുന്നതാണ്. ഏതു സമ്പത്തും ഭൗതിക സമ്പത്തും നഷ്ടപ്പെട്ടു പോകാം. ഈ സമ്പത്ത് കൊണ്ട് പ്രധാനപ്പെട്ട ഒന്നും കിട്ടുകയുമില്ല. ആർക്കാണ് ആയുസ്സിന് ദൈർഘ്യം സമ്പത്ത് കൊണ്ട് ദീർഘിപ്പിക്കാൻ സാധിക്കുക? എത്ര വലിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും രോഗത്തിന് മുമ്പിൽ, മരണത്തിന് മുമ്പിൽ മനുഷ്യൻ വീണ്ടും നിസ്സഹായനായി മാറുകയാണ്. നീ ദയനീയനാണ്, ദരിദ്രനാണ്, അന്ധനാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ലാവോദിക്കിയ പട്ടണത്തിൽ നിന്ന് കണ്ണിന് കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയുള്ള ചികിത്സയ്ക്കുള്ള ലേപനങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഈ പട്ടണത്തിൽ തന്നെ കണ്ണ് ചികിത്സയ്ക്കുള്ള ആശുപത്രികൾ മാത്രമല്ല, ആശുപത്രികളിൽ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ പരിശീലിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് പോലും ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ കണ്ണ് ചികിത്സയുടെ വിദഗ്ധന്മാർക്ക് കാഴ്ചയില്ലാതായി തീർന്നിരിക്കുന്നു. ഒരു വിരോധാഭാസം തന്നെയാണ്. നീ അന്ധനാണ്, ദരിദ്രനാണ്, നഗ്നനാണെന്ന് പറയും. വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നവൻ, ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ കമ്പിളിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വ്യക്തികൾ, പട്ടണം ഇപ്പോൾ നഗ്നമായിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ സമ്പത്ത് ദാരിദ്ര്യമാണ്, ഇവരുടെ കാഴ്ച, ഇവരുടെ മരുന്നുകൾ അന്ധത അകറ്റാൻ കഴിയുന്നില്ല, ഇവരുടെ കമ്പിളിക്കുപ്പായങ്ങൾ യഥാർത്ഥമായ നഗ്നത അകറ്റാൻ കഴിയുന്നില്ല. കാരണം ആത്മീയമാണ് ഈ പറയുന്ന യഥാർത്ഥ സമ്പത്ത്. ഈ സമ്പത്തില്ലാതെ സമ്പന്നനാണെന്ന് നടിക്കുക, കാഴ്ചയില്ലാതെ അന്ധതയ്ക്ക് ചികിത്സിക്കുക, നഗ്നരായവർ മറ്റുള്ളവരെ ഉടുപ്പിക്കാനായി വസ്ത്രം നെയ്യുക, അതിന് വിരോധാഭാസമാണ് ആദ്യമേ യേശു എടുത്തു കാണിക്കുന്നത്. ഇനി എന്താണ് ആവശ്യം? ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം ഇതിനൊന്ന് വാങ്ങുക. എന്താണ് ഈ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം പരീക്ഷണങ്ങളെ വിജയിക്കുന്ന വിശ്വാസമാണ്. നഷ്ടം സഹിച്ചും യേശുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുക, ഇതാണ് ആവശ്യം. ഇപ്പോൾ ഭൗതികമായ സമ്പത്ത് ഊറ്റം കൊള്ളുകയല്ല, യഥാർത്ഥമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. അത് യേശുവിലേക്ക് വരണം. യേശുവിലൂടെ ദൈവം നൽകുന്ന രക്ഷ സ്വീകരിക്കാൻ സന്നദ്ധമാകണം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. എന്താണ് ശുഭ്രവസ്ത്രം? നമ്മൾ വേറൊരു ലേഖനത്തിൽ കാണുകയുണ്ടായി വെള്ളവസ്ത്രം ധരിച്ചവരെക്കുറിച്ച്. വെള്ളവസ്ത്രം പാപമില്ലാത്തൊരവസ്ഥയാണ്, വിശുദ്ധിയാണ്. ശുദ്ധി നഷ്ടപ്പെടുന്നത് പാപം വഴി. പ്രമാണങ്ങളുടെ ലംഘനം, സ്നേഹത്തിൻ്റെ തിരോധാനം, സ്നേഹം സ്വീകരിക്കാനും സ്നേഹിക്കാനും വിസമ്മതിക്കൽ, ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ച് ജീവിക്കുക, സ്വന്തം ഇഷ്ടം പോലുള്ള ജീവിതം, ഇത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇവിടെ ശുഭ്രവസ്ത്രം പാപത്തിൽ നിന്നുള്ള മോചനമാണ്. പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശു പാപമോചനം എന്ന കൂദാശ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിൽ നിന്ന് വാങ്ങുക. മാമോദീസായിലൂടെ ലഭിച്ച ശുഭ്രവസ്ത്രം, വിശുദ്ധ കുംഭസാരത്തിലൂടെ, പാപോച്ചാരണത്തിലൂടെ, പാപമോചനത്തിലൂടെ ലഭിക്കുന്ന ശുഭ്രവസ്ത്രം സ്വീകരിക്കാനായി യേശുവാണ് ആവശ്യപ്പെടുന്നത്. യേശുവാണ് തൻ്റെ രക്തം വഴി നമ്മളെ കഴുകി ശുദ്ധീകരിക്കുക. യേശുവിലൂടെയാണ് പാപമോചനം ലഭിക്കുക, രക്ഷ ലഭിക്കുക. മറ്റുള്ളവർ നിന്റെ നഗ്നത കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. യഥാർത്ഥത്തിൽ ലജ്ജയുണ്ടാകുന്നത് തെറ്റിൻ്റെ പേരിലാണ്. പാപമില്ലാത്തവൻ, തെറ്റ് ചെയ്തിട്ടില്ലാത്തവൻ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ലജ്ജ എന്നത് ഒരു ശാരീരികമായ അവസ്ഥയേക്കാൾ കൂടുതൽ മാനസികമായ അവസ്ഥയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. എന്താണ് ഈ അഞ്ജനം? അഞ്ജനം കണ്ണിലെഴുതാനുള്ള കാഴ്ച. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴിയിൽ പ്രകാശവുമാണ്. കണ്ണിലെഴുതാനുള്ള അഞ്ജനം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ യേശു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. യേശുവാണ് വാഗ്ദാനം ചെയ്തത്. കണ്ണിലെഴുതാനുള്ള അഞ്ജനം മറ്റൊന്നുമല്ല, യേശുവിലുള്ള വിശ്വാസം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക. വചനം സ്വീകരിക്കുക,
മാനസാന്തരപ്പെടുക, വചനമനുസരിച്ച് ജീവിക്കുക. ഇതാണ് യേശു ആവശ്യപ്പെടുന്നത്. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, പീഡനങ്ങളെ അതിജീവിക്കാൻ ഈ വിശ്വാസത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും സാധിക്കും നമ്മളെ സഹായിക്കാൻ. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശാസനയും ശിക്ഷണവും ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ക്ലേശങ്ങളുമൊന്നും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞതിൻ്റെ അടയാളമായിരിക്കണമെന്നില്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഇപ്രകാരമാണ് കാണുന്നത്: താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന് ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗതിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ദൈവം സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ശിക്ഷ പലപ്പോഴും രക്ഷണീയമാണ്. ശിക്ഷയാണ് നമ്മളെ മനസ്സ് തുറക്കാനായിട്ട്, കണ്ണു തുറക്കാനായിട്ട് പ്രേരിപ്പിക്കുക. തനിക്കുള്ള എൻ്റെ താൻ പോരിമ നഷ്ടപ്പെടാൻ പലപ്പോഴും ശിക്ഷ കാരണമായി തീർന്നു എന്ന് വരും. സമ്പത്ത് അധികമുണ്ടാകെ ഊറ്റം കൊള്ളുന്ന വ്യക്തി, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് പൊടുന്നനെ ഈ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്രാഷിലൂടെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി അടുത്ത കാലത്ത് തന്നെയാണ്. പല രാജ്യങ്ങളും തന്നെ ഭൗതികമായി തകരുന്ന, സാമ്പത്തികമായി തകരുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തിൽ ഊറ്റം കൊള്ളുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടാകുമ്പോൾ ഒന്ന് സംഭവിക്കാം. ഒന്നുകിൽ എല്ലാം നഷ്ടപ്പെട്ടു നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്താം. അതല്ലെങ്കിൽ ഇതെല്ലാം തരികയും എടുക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജോബ് ചെയ്തതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ഇതെല്ലാം ഈ ശാസനത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ ഫലമായി സ്വീകരിക്കാം. ആരോഗ്യം നഷ്ടപ്പെടുന്നതായിരിക്കാം, അപകടത്തിൽപ്പെടുന്നതായിരിക്കാം. എന്തുമാവട്ടെ, ഇതെല്ലാം ദൈവം നൽകുന്ന ശാസനകളായി, ശിക്ഷണങ്ങളായി സ്വീകരിക്കുക. മാനസാന്തരത്തിനുള്ള ആഹ്വാനങ്ങളായി. ഈ കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു, അതിലൂടെ ദൈവത്തെ നിയമം ഞാൻ പഠിച്ചു എന്ന് 119-ാം സങ്കീർത്തനത്തിൽ കാണും. കർത്താവ് നൽകുന്ന ശിക്ഷണത്തെ വിലമതിക്കണം. മാതാപിതാക്കന്മാർ മക്കളെ ശിക്ഷിച്ചും ശാസിച്ചുമൊക്കെയാണ് വളർത്തേണ്ടത്. ഇന്നിപ്പോൾ അതിനോട് ഒരുപാട് വൈമുഖ്യം കാണുന്നുണ്ട്. ശാസനയും ശിക്ഷണവും ഒന്നും വേണ്ട, മക്കൾ സ്വതന്ത്രരായി വളരട്ടെ എന്ന് ഉള്ള ചിന്താഗതി ഒരു വഴിതെറ്റിയ മാനസികാവസ്ഥയുടെ ഭാഗമായി തോന്നും. ശാസനവും ശിക്ഷണയും കിട്ടാതെ തോന്നിയ പോലെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വളർച്ചയുണ്ടാവുകയില്ല. തോന്നിയ പോലെ ആയിരിക്കും വളരുക. പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് കെൽപ്പുണ്ടാവുകയില്ല. ദൈവം സ്വന്തമായി കരുതുന്നവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. എല്ലാ സഭകളോടും ആവർത്തിച്ചു പറയുന്നതാണ് അനുതപിക്കുക. നിന്റെ തെറ്റുകൾ മനസ്സിലാക്കുക, ഏറ്റുപറയുക, പുതിയ ജീവിതം നയിക്കാനായിട്ട് സന്നദ്ധമാവുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ദൈവത്തിൻ്റെ മനോഹരമായൊരു ചിത്രമാണ്. വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കിടക്കുന്നില്ല ദൈവം. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും അടിച്ചമർത്തുന്നില്ല. ദൈവം വെച്ചു നീട്ടുകയാണ് ദൈവത്തിൻ്റെ രാജ്യം. ഇതാ സമയം സമാഗതമായിരിക്കുന്നു, സമയം പൂർത്തിയായി, അനുതപിക്കുവിൻ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവിൻ. യേശുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറയുന്നത്. ദൈവരാജ്യം ഒരുമിച്ചുള്ള ഭക്ഷണമാണ്. ഇതാ യേശു സഹോദര സഹോദരി നിൻ്റെയും ഹൃദയവാതിൽക്കൽ മുട്ടുന്നു. തുറന്നു കൊടുക്കുക, പിന്നെ യേശു നിന്നോടൊന്നിച്ചായിരിക്കും, നീ യേശുവിനോടൊന്നിച്ചായിരിക്കും. ആ ഒരു വാഗ്ദാനമാണ് 7-ാമത്തെ ലേഖനത്തിൽ അവസാനമായി നൽകുന്നത്. ഇതുവരെ കണ്ട എല്ലാ ലേഖനങ്ങളും ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അവസാനത്തെ ഏറ്റവും മനോഹരമായ വാഗ്ദാനം യേശുവിനോടൊന്നിച്ച് ഭക്ഷണത്തിനിരിക്കുക, നിത്യവിരുന്നിൽ പങ്കുചേരുക. അതിനുള്ള കൃപ കർത്താവ് തന്നെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. 7 സഭകളിലൂടെ അവിടുന്ന് നൽകിയ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച്, അങ്ങ് നൽകുന്ന ശാസനയും ശിക്ഷണങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു നവീകരിക്കപ്പെട്ട വ്യക്തിത്വം, ഒരു പുതിയ ജീവിതം നയിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഹൃദയത്തെ ഞങ്ങളുടെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. അനുതപിച്ച് മടങ്ങി വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.